പിന്നെ അയാളെ കാല് കൊത്തും, ഞാൻ വിടൂല. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്യില്ലേ അയാളെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ? അല്ല, FIR ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ FIR ഇടണമെന്ന് നിയമമുണ്ടല്ലോ. FIR ഇട്ടില്ലെങ്കിൽ പോലീസ് തള്ളിയാലേ അയാൾക്ക് കോടതി പോകാൻ നടന്നു. നല്ല സെറ്റപ്പെല്ലാം അയാൾക്ക് ഉണ്ടാവില്ലേ. കേരളം സംരംഭക സൗഹൃദമാണ് എന്ന് അവകാശപ്പെടുന്ന LDF സർക്കാർ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സമീറിൻ്റെ അനുഭവം ഒന്ന് കേൾക്കണം. ഒരു സംരംഭം കണ്ണൂർ തുടങ്ങി, ഇപ്പോൾ നാട്ടിൽ കാലുകുത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. CA2വിൻ്റെ ഭീഷണി അത്രത്തോളമാണ്. 2 മെഡിക്കൽ ഷോപ്പും ഒരു ക്ലിനിക്കും പിന്നെ ഒരു ബുക്ക് ഷോപ്പും ഉണ്ട്, പിന്നെ ഒരു ആയുർവേദ കടയുണ്ട്, പിന്നെ ഒരു വാട്ടറിൻ്റെ ഒരു പ്യൂരിഫയിങ് കടയുണ്ട്. ഇത്രയാണ്. എൻ്റെ ബ്രദറാണ് 30 വർഷമായി NRI ഗൾഫിലാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് 5 വർഷമായിട്ട് ഇങ്ങനെ ഘട്ടഘട്ടമായിട്ട് ഓരോന്ന് സ്ഥാപിച്ച് ഞങ്ങളൊരു മാനേജറെ ഏൽപ്പിച്ചു, സുഗില എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത്. അവർക്ക് ഏട്ടൻ വിശ്വസിച്ച് പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും അവർ അതിൽ നിന്ന് പല വിധത്തിലും വഴിമാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാം പൈസ അടിച്ചു മാറ്റി. അങ്ങനെ 1,40,00,000 നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ സ്റ്റാഫിനെ പിരിച്ചുവിട്ടപ്പോൾ മറ്റുള്ള ഷോപ്പുകളിലെയും ഈ ഷോപ്പുകളിലെ എല്ലാ സ്റ്റാഫും കൂടിയിട്ട് അതെന്താണ് പിരിച്ചുവിട്ടതെന്നുള്ള ചോദ്യം വരികയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി. അവർ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി CITU പരാതി കൊടുക്കുകയും അവർ വന്ന് ഞങ്ങളുടെ ഷോപ്പ് പൂട്ടിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്കത് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ ഒരു മാസം 1.5 മാസത്തോളമായി. തിരിച്ചു വിട്ടെന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പ് നിന്ന് പോയ എല്ലാവരും ഈ CITU മുഖാന്തരം പോയിട്ട് പൂട്ടിയിട്ട് അവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണം. എന്നിട്ട് ലേബർ ഓഫീസിൽ ചർച്ചയ്ക്ക് എന്നെ വിളിക്കുക. അതുപ്രകാരം ഞാൻ 2 പ്രാവശ്യം പോവുകയും ചെയ്തിരുന്നു. 2ാമത്തെ പ്രാവശ്യം പോയാൽ എനിക്ക് തിക്താനുഭവം അവിടുന്ന് അനുഭവപ്പെട്ട് എന്നെ അവർ അസാൾട്ട് ചെയ്തിരിക്കുകയാണ്. നേതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകില്ല, ഈ ചർച്ച ഇത് പരിഹരിച്ചിട്ട് പോയാൽ മതി, ഇത് ചെയ്തിട്ട് പോയാൽ മതി, ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു അരമണിക്കൂറത്തെ ഇതിനാണ് വന്നിന്, എനിക്ക് നിങ്ങൾ പറയുന്ന എമൗണ്ട് എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ലേബർ ഓഫീസർ എന്താ അവരുടെ അവർ പറയുന്നത് എത്ര രൂപ കൊടുക്കണം? അവർ ഒരു കടലാസും കൊണ്ടുവന്നിട്ട് ആ ഒരു എമൗണ്ട് കൊടുക്കണം. അത് എത്രയെന്ന് എനിക്ക് കാണിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഗരാവ് ചെയ്യും വീട്ടിൽ വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ കഷ്ടിച്ചെങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടാന്ന്. ഇവരെ കൂട്ടിയിട്ട് എന്നെ പിടിച്ചു വെക്കുകയും തടഞ്ഞു വെക്കുകയും എൻ്റെ കൈ പിടിച്ച് വലിക്കുകയും ഷോൾഡർ പിടിച്ച് വലിക്കുകയും പരിഹരിക്കാതെ ഇവിടുന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പൂട്ടിയിട്ട സ്ഥാപനത്തിന് എന്ത് കൊടുക്കാനാണ് ഇവർക്ക്? പൂട്ടിയിട്ടത് മാത്രമല്ല, ഇവർ ഈ പൂട്ടിയിട്ട സ്ഥാപനം വേറൊരാൾക്ക് കൈമാറാനും സമ്മതിക്കുന്നില്ല. വലിയ ഭീഷണിയാണ് ഏതായാലും CA2 നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.